മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. എനിക്ക് പറയാനുള്ളത് ഇന്ന് ഒരു പരീക്ഷയ്ക്ക് സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. കടങ്കഥകൾ നമ്മൾ പഠിക്കാറില്ലേ? അപ്പോൾ വാഹനങ്ങൾ ഉത്തരമായിട്ട് വരുന്ന കടങ്കഥകൾ നമ്മൾ ഒന്ന് പഠിച്ചാലോ? വാഹനങ്ങൾ അല്ലേ, നമ്മൾ പലതരം വാഹനങ്ങൾ കാണാറുണ്ട്. ഒന്ന് പഠിക്കുക അല്ലേ? വാഹനങ്ങൾ ഉത്തരമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടും. ഏതാണ്? സൈക്കിൾ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടും. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടും. ഏതാണ്? സൈക്കിൾ അല്ലേ? മണിയടിച്ചാൽ മലമ്പാമ്പോടും. മണിയടിച്ചാൽ മലമ്പാമ്പോടും. തീവണ്ടിയാണ്. മണിയടിച്ചാൽ മലമ്പാമ്പോടും. നോക്കണേ, മണിയടിച്ചാൽ മലമ്പാമ്പോടും. തീവണ്ടി, മലമ്പാമ്പ്, വലിയ പാമ്പ് പോലെ ഉണ്ട് അല്ലേ? അത്. ഇനി ആളെ കണ്ടാൽ ഒച്ച വെക്കും, കൈ കാണിച്ചാൽ നിൽക്കും. സ്കൂൾ ബസ് മാത്രമല്ല, എല്ലാ ബസ്സും ആളെ കണ്ടാൽ ഒച്ച വെക്കും, കൈ കാണിച്ചാൽ നിൽക്കും അല്ലേ? അതേതാണ്? ബസ്. നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിന്നിട്ട് കൈ കാണിച്ചാൽ ബസ് നിർത്താറില്ലേ? അതുപോലെ സ്കൂൾ ബസ് അല്ലേ? സ്കൂൾ ബസ്സിന്റെ ഒരു പ്രത്യേകത മഞ്ഞ നിറത്തിലുള്ളതാണ് സ്കൂൾ ബസ്. അതങ്ങനെ ചോദിച്ചാൽ അത് എഴുതണം. ഇനി നോക്കൂ, പക്ഷിയെപ്പോലെ പറക്കും, കടലുകൾ താണ്ടി പറക്കും. പക്ഷിയെപ്പോലെ പറക്കും, കടലുകൾ താണ്ടി പറക്കും. വിമാനം. പക്ഷിയെപ്പോലെ പറക്കും, കടലുകൾ താണ്ടി പറക്കും. ഏതാണ്? വിമാനം. വയലും പുഴയും നിറയുമ്പോൾ അക്കരയെത്താൻ ഞാൻ വേണം. ആര്? തോണി. വയലും പുഴയും നിറയുമ്പോൾ അക്കരയ്ക്കെത്താൻ, ഇക്കരയിൽ നിന്ന് അക്കരയെത്താൻ ഞാൻ വേണം. തോണി. ഇനി കൂവി വിളിച്ചു വന്നിടും, എന്നെ കണ്ടാൽ വഴിമാറും. ചിലരാണെങ്കിൽ പേടിക്കും, ചിലർക്ക് ഞാൻ ഒരാശ്വാസം. കൂകി വിളിച്ചു വന്നിടും. ആംബുലൻസ് ആണ് അല്ലേ? കൂകി വിളിച്ചു വന്നിടും, എന്നെ കണ്ടാൽ വഴിമാറും. ചിലരാണെങ്കിൽ പേടിക്കും, ചിലർക്ക് ഞാനൊരാശ്വാസം. ആംബുലൻസ് അല്ലേ? ആംബുലൻസ് ആണ് ഉത്തരം. അപ്പോൾ ഇത്രയാണ് വാഹനങ്ങളെ കുറിച്ചുള്ള കടങ്കഥകളെ. നിങ്ങൾക്കറിയാവുന്ന ഒരു വാഹനത്തെക്കുറിച്ച് നിങ്ങൾ ഒരു കടങ്കഥ തയ്യാറാക്കി നോക്കൂ. മറ്റൊരു ചോദ്യവുമായിട്ട് ശ്രുതി ടീച്ചർ വീണ്ടും വരാം. ബൈ.